നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നവരുടെ അന്തിമ ചിത്രം വ്യക്തമായി. പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതോടെ സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലായി 890 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. പ്രമുഖ മുന്നണികളും സ്വതന്ത്രരും പ്രചരണം കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് തിരുവനന്തപുരം, പേരാവൂർ മണ്ഡലങ്ങളിലാണ്. രണ്ടിടത്തും 11 പേർ വീതമുണ്ട്. എന്നാൽ മാനന്തവാടിയിൽ 3 മുന്നണികൾക്ക് മാത്രമാണ് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ളത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 985 പേർ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പത്രിക പിൻവലിച്ചതോടെയാണ് എണ്ണം 890 കുറഞ്ഞത്. ഡമ്മി സ്ഥാനാർത്ഥികളും ചില സ്വതന്ത്രരും പത്രിക പിൻവലിച്ചവരിൽ ഉൾപ്പെടുന്നു. തളിപ്പറമ്പിലെ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കൊയ്യം ജനാർദ്ദനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാർട്ടി അച്ചടക്കം ലംഘിച്ച് തളിപ്പറമ്പിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കൊയ്യം ജനാർദ്ദനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി അറിയിക്കുന്നുവെന്ന് സണ്ണി ജോസഫ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായി ഇന്ന് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടെങ്കിലും കൊയ്യം ജനാർദ്ദനൻ പത്രിക പിൻവലിച്ചില്ല. നാളെ 12 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് ജനാർദ്ദനൻ പറഞ്ഞു. തളിപ്പറമ്പ് മണ്ഡലത്തിൽ LDF-നായി PK ശ്യാമളയും UDF സ്വതന്ത്രനായി TK ഗോവിന്ദനും NDA സ്ഥാനാർത്ഥിയായി N ഹരിദാസും കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയായി കൊയ്യം ജനാർദ്ദനും ജനവിധി തേടും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ആകെ 2,71,42,952 വോട്ടർമാരാണുള്ളത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കറാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച കാര്യം പത്രക്കുറിപ്പിലൂടെ അറിയിച്ചത്. www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ വോട്ടർ പട്ടിക ലഭ്യമാകും. ഇതിനു പുറമെ സൂക്ഷ്മ പരിശോധനകൾക്കായി താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും ബൂത്ത് ലെവൽ ഓഫീസറുടെ കൈവശവും അന്തിമ പട്ടിക ലഭ്യമാകും. രാഷ്ട്രീയ പാർട്ടികൾക്ക് താലൂക്ക് ഓഫീസുകളിൽ നിന്ന് വോട്ടർ പട്ടിക കൈപ്പറ്റാമെന്നും സൂക്ഷ്മ പരിശോധന നടത്താമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. നേരത്തെ സ്ഥാനാർത്ഥികളുടെ ചിത്രവും തെളിഞ്ഞിരുന്നു. 890 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്ത് ജനവിധി തേടുന്നത്. പാലക്കാട് കുളപ്പള്ളി വാണിയംകുളം പാതിപ്പാറയിൽ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവതി മരിച്ചു. വാടനാംകുറിശി സ്വദേശി 41-കാരിയായ ദിവ്യയാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് പാതയിൽ ദീർഘനേരം സ്വകാര്യ ബസ്സുകൾ തടഞ്ഞിട്ട് പ്രതിഷേധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. രാത്രി 7 മണിക്ക് ശേഷമാണ് അപകടമുണ്ടായത്. തൃശൂരിൽ നിന്നും ഒറ്റപ്പാലത്തേക്ക് പോവുകയായിരുന്ന മിനി ബസ്സാണ് എതിർദിശയിൽ വരികയായിരുന്ന യുവതിയെയും കുട്ടിയെയും സഞ്ചരിക്കുന്ന സ്കൂട്ടറിനെ ഇടിച്ചു തെറിപ്പിച്ചത്. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ വീണ്ടും സമരത്തിലേക്ക്. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് UNA നടത്തുന്ന പണിമുടക്ക് സമരം നാളെ പുനരാരംഭിക്കും. നേരത്തെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സമരം നിർത്തിവെച്ച ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ സംസ്ഥാനത്തെ 26 സ്വകാര്യ ആശുപത്രികളുമായി ധാരണയിലെത്താനായില്ല. ഈ ആശുപത്രികളിൽ സമരം വീണ്ടും തുടങ്ങാനാണ് UNAയുടെ തീരുമാനം.